സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണിയിൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു. ഭീഷണി മുഴക്കിയ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചെറുതുരുത്തിയിൽ പ്രകടനവും യോഗവും നടത്തി. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് കമ്മിറ്റികൾ വളരെ പ്രകോപനപരമായി ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പിന്റോ മഹാദേവൻ എന്ന ഒരു വർഗീയവാദി നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ പിൻഗാമി അദ്ദേഹം ഒരു ചാനലിൽ വന്നിരുന്ന് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞതിനെ തീർച്ചയായും ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന വർഗീയ ഭരണകക്ഷികൾ അതിനെതിരെ ഇതേവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഏതറ്റം വരെയും അതിനുവേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് പേരാമംഗലത്ത് ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അവിടെ വളരെ ഭീകരമായ രീതിയിൽ പോലീസ് പാർട്ടി പ്രവർത്തകരെ നേരിട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് ഈ 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിന് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മതേതര ചേരിയുടെ മുഖമായി നിന്നുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ രാജ്യത്ത് ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നും ഇവിടുത്തെ ഫാസിസ്റ്റ് സർക്കാരുകൾക്ക് അതിനെതിരെയുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായിയുടെ പോലീസിന് എന്താണ് മടിയെന്ന് നേതാക്കൾ ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയവരുടെ മുൻ തലമുറക്കാർ തന്നെയാണ് ഗാന്ധിയുടെ വധത്തിനും പിന്നിലെന്നും രാജ്യത്തിലെ ജനാധിപത്യ സമൂഹം രാഹുൽ ഗാന്ധിക്ക് എല്ലാ പരിരക്ഷയും ഒരുക്കുമെന്നും യോഗം ആഹ്വാനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രകാശൻ മാഷ്, മുസ്തഫ വരവൂർ, മുഹമ്മദ് ഇക്ബാൽ, മഹേഷ് വെളുത്തെടുത്ത്, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കെ പ്രേമൻ, PV സുലൈമാൻ, KC ശിവദാസൻ, മാധവൻകുട്ടി കൈപ്പറ്റ, OU ബഷീർ, PS രാജൻ, ബാപ്പുട്ടി വരവൂർ, ഷഹീർ ദേശമംഗലം, CA മുസ്തഫ, സണ്ണി, PT തമ്പിമണി, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കണ്ണൻ പന്നിയടി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മായ ഉദയൻ, ബീന, രാധ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.